നമസ്കാരം. ഇന്ന് ആറ്റുകാൽ പൊങ്കാലയാണ്. വളരെ വിശേഷപ്പെട്ടതായ ഒരു ദിവസം. ഇന്നേ ദിവസം കാണുന്ന ശുഭലക്ഷണങ്ങളെക്കുറിച്ചാണ് ദേവിയുടെ അനുഗ്രഹത്താൽ വീടുകളിലും പൊങ്കാല അർപ്പിക്കുന്നവർ കാണുന്നതായ ശുഭലക്ഷണങ്ങളെക്കുറിച്ചും പൊങ്കാലയുമായി ബന്ധപ്പെട്ട ശുഭലക്ഷണങ്ങളെക്കുറിച്ചും ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം. ഈ പരാമർശിക്കുന്ന ലക്ഷണങ്ങളിൽ ഏതെങ്കിലും ഒരു ലക്ഷണം കാണുകയാണ് എങ്കിൽ മഹാഭാഗ്യമാണ് എന്നും ദേവിയുടെ അനുഗ്രഹത്താൽ തീർച്ചയായും ആ വ്യക്തികൾ നാൾക്ക് നാൾ ഉയരും എന്ന വ്യക്തമായ സൂചന തന്നെയാകുന്നു. ആ ശുഭലക്ഷണങ്ങളെക്കുറിച്ച് വിശദമായി അറിയാം. ഏവരും ഒരു നിമിഷം സാക്ഷാൽ ആറ്റുകാലമ്മയെ വന്ദിക്കുക. ആറ്റുകാലമ്മയെ ശരണം എന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ഏവരും ശ്രമിക്കുക. ആദ്യം പൊങ്കാലയുമായി ബന്ധപ്പെട്ട ശുഭസൂചനകളാണ് ഇവിടെ പരാമർശിക്കാനായി പോകുന്നത്. നിങ്ങളുടെ പൊങ്കാലയുമായി ബന്ധപ്പെട്ട് ഈ ലക്ഷണങ്ങൾ പ്രകടമാകുന്നുണ്ടോ എന്ന് നോക്കുക. ഉണ്ട് എങ്കിൽ അത് മഹാഭാഗ്യം തന്നെയാകുന്നു. ചില പ്രധാനപ്പെട്ടതായ സൂചനകൾ ഇതിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കുന്നതുമാണ്. പൊങ്കാല തിളച്ച് തൂകുന്നു എങ്കിൽ, നിങ്ങളെ പൊങ്കാല അപ്രകാരം സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ അത് ഏറ്റവും ഉത്തമമായാണ് കണക്കാക്കുന്നത്. പൊങ്കാല തിളച്ചു തൂകുന്നത് അതീവ ശുഭകരമായി തന്നെ കണക്കാക്കാം. ഇപ്രകാരമുള്ള തിളച്ചുമറിയൽ വരാനിരിക്കുന്ന അഭിവൃദ്ധിയെയാണ് സൂചിപ്പിക്കുന്നത് എന്നുകൂടി അർത്ഥമാക്കാം. ദേവിയുടെ അനുഗ്രഹത്താൽ ആ വ്യക്തികളുടെ ജീവിതത്തിൽ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ ഇരട്ടിയായി സൗഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും നിറയാൻ പോകുന്നു എന്ന വ്യക്തമായ സൂചന തന്നെയാണ്. കിഴക്കോട്ട് തൂവുകയാണ് എങ്കിൽ ഇഷ്ടകാര്യങ്ങൾ, അനുകൂലമായ കാര്യങ്ങൾ ഉടനെ സംഭവിക്കാൻ പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം. അതിനാൽ കിഴക്കോട്ട് തൂകുന്നത് ആഗ്രഹ സാഫല്യം ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നു എന്ന വ്യക്തമായ സൂചന തന്നെയാണ്. അതിനാൽ അത്തരം കാര്യങ്ങൾക്കായുള്ള ശ്രമങ്ങൾ നടത്തുകയാണ് എങ്കിൽ അത് വിജയം കാണും എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ നടക്കും. വടക്കോട്ടാണ് എങ്കിൽ ആ കാര്യങ്ങൾ നടക്കും എങ്കിൽ പോലും അല്പം കാലതാമസം നേരിട്ടു എന്ന് വരാം. അതിനാൽ വിഷമിക്കേണ്ടതായില്ല എന്നതാണ് വാസ്തവം. ശ്രമിക്കുക. ആ കാര്യങ്ങൾ തീർച്ചയായും നിങ്ങൾക്ക് അല്പം താമസിച്ചാണ് എങ്കിലും നടക്കും എന്ന് തന്നെ അർത്ഥമാക്കാം. പടിഞ്ഞാറും തെക്കുമാണ് എങ്കിൽ ദുരിതങ്ങൾ, ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതായ ദുരിതങ്ങൾ നിങ്ങൾക്ക് മാറിയിട്ടില്ല എന്നാണ് അർത്ഥമാക്കുവാൻ സാധിക്കുന്നത്. അതിനാൽ പ്രധാനമായും നിങ്ങൾ ചെയ്യേണ്ടത് നവഗ്രഹ ഭജനം നന്നായി വേണം എന്നാണ് പരാമർശിക്കുവാൻ സാധിക്കുന്നത്. അതാണ് സാരം. അതിനാൽ നവഗ്രഹ ഭജനം നടത്തുക. തീർച്ചയായും നിങ്ങളുടെ ദുരിതങ്ങൾ അവസാനിക്കും എന്ന കാര്യം നിസ്സംശയം പറയാം. ഈ കാര്യങ്ങളാണ് പൊങ്കാലയുമായി ബന്ധപ്പെട്ട് പരാമർശിക്കുവാൻ സാധിക്കുന്നത്. ഇനി പരാമർശിക്കാനായി പോകുന്നത് മറ്റ് ചില പ്രധാനപ്പെട്ടതായ ലക്ഷണങ്ങളെക്കുറിച്ചാകുന്നു. നിങ്ങളുടെ വീടുകളിൽ അല്ലെങ്കിൽ ഇന്നേ ദിവസം ഈ ലക്ഷണം കാണുകയാണ് എങ്കിൽ അത് ശുഭകരമായ ലക്ഷണം തന്നെയാണ്. നിങ്ങൾ പൊങ്കാല ഇടുന്നവരാകാം, ഇടാത്തവരാകാം. എന്നിരുന്നാലും ഈ ലക്ഷണം നിങ്ങൾ പ്രകടമാകുന്നു നിങ്ങളുടെ വീടുകളിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇന്നേ ദിവസം ദൃശ്യമാകുന്നു എങ്കിൽ അത് ദേവീ കടാക്ഷത്താൽ സംഭവിക്കുന്ന പ്രധാനപ്പെട്ടതായ ഒരു കാര്യമായി തന്നെ നിസ്സംശയം പറയാം. അതിൽ ആദ്യത്തേതായ കാര്യം പാല് തിളച്ചു പോകുന്നു എന്നതാണ്. ഇന്നേ ദിവസം അപ്രതീക്ഷിതമായി ഈ കാര്യങ്ങൾ കേൾക്കുന്നതിന് മുൻപ് തന്നെ ഇപ്രകാരം തിളച്ച് പോയിട്ടുണ്ട് എങ്കിൽ, വീടുകളിൽ സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ അത് ശുഭകരമായ ലക്ഷണമാണ്. അപ്രതീക്ഷിതമായി സംഭവിക്കുന്നു എങ്കിൽ ദേവിയുടെ അനുഗ്രഹത്തെ സൂചിപ്പിക്കുന്നു എന്നും ദേവിയുടെ അനുഗ്രഹത്താൽ കാര്യങ്ങൾ, നിങ്ങൾ അനുഭവിക്കുന്നതായ ചില ദുരിതങ്ങളോ പ്രയാസങ്ങളോ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും അകലുകയോ അല്ലെങ്കിൽ വഴികൾ നിങ്ങൾക്ക് തന്നെ കണ്ടെത്തുവാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ കടന്നു വരും എന്ന് തന്നെ അർത്ഥമാക്കാം. ഇന്നേ ദിവസം മഞ്ഞ നിറത്തിലുള്ള ചെടികൾ, പൂക്കളുള്ള ചെടികൾ പൂക്കുന്നു എങ്കിൽ, അതായത് മഞ്ഞ നിറത്തിലുള്ള പുഷ്പങ്ങൾ നൽകുന്ന ചെടികൾ ഇന്നേ ദിവസം പൂക്കുന്നു എങ്കിൽ മഹാഭാഗ്യമായി തന്നെ കണക്കാക്കുവാൻ സാധിക്കും.
ദേവിയുടെ അനുഗ്രഹത്താൽ കാര്യങ്ങൾ നിങ്ങൾക്ക് കൂടുതൽ അനുകൂലമായി തീരാൻ പോകുന്നു. അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം. ഇന്നേ ദിവസം അകാരണമായി നിങ്ങൾക്ക് സന്തോഷം അനുഭവപ്പെടുന്നതാകുന്നു. എന്തെന്നില്ലാതെ മനസ്സിന് വളരെയധികം ശാന്തത നിങ്ങൾക്ക് അനുഭവപ്പെടുന്നതാകുന്നു. പൊങ്കാല ഇടുന്നവരോ ഇടാത്തവരോ ആണ് എങ്കിലും നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിൽ ഇന്നേ ദിവസം സംതൃപ്തി നിങ്ങൾക്ക് വന്നു ചേരും. പല ദുഃഖങ്ങളോ ദുരിതങ്ങളോ വിഷമങ്ങളോ അനുഭവിക്കുന്നവർ തന്നെയാകാം നിങ്ങൾ. എന്നാൽ അതെല്ലാം ഒരു നിമിഷത്തേക്ക് മറന്ന് വളരെയധികം സന്തോഷിക്കുന്നതായ അവസരം ജീവിതത്തിലേക്ക് കടന്നു വരുന്നു എങ്കിൽ അത് ഏറ്റവും ശുഭകരമായി തന്നെ കണക്കാക്കാം. മറ്റൊന്ന്, നാഗങ്ങളെ ഇന്നേ ദിവസം കാണുന്നു എന്നുള്ളതാണ്. നാഗങ്ങളെ കാണുകയാണ് എങ്കിൽ അത് ഏറ്റവും ശുഭകരമായ ലക്ഷണമായി തന്നെ പരാമർശിക്കുവാൻ സാധിക്കും. അനുകൂലമായ കാര്യങ്ങൾ, പ്രധാനമായും സന്തോഷകരമായ നിമിഷങ്ങൾ, ശുഭവാർത്തകൾ, ചെയ്യുന്നതായ പ്രവൃത്തികളിൽ വിജയങ്ങൾ അഥവാ കാര്യവിജയങ്ങൾ, ഉദ്ദിഷ്ടകാര്യസിദ്ധി ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോകുന്നു എന്ന് തന്നെ ഇതിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കും. ആഹാരം കൃത്യമായി തന്നെ ഇന്നേ ദിവസം പാചകം ചെയ്യുവാൻ സാധിക്കും. ബാക്കി വരില്ല എന്നതാണ് വാസ്തവം. നിങ്ങൾ പാചകം ചെയ്യുന്ന ആഹാരം അത് കൃത്യമായിരിക്കും. ഏവരുടെയും വയറ് നിറയുകയും ഇന്നേ ദിവസം പതിവില്ലാത്ത വിധം അസാധാരണമായ രുചി ആ ഭക്ഷണത്തിന് ഉണ്ടാവുകയും ചെയ്യും. ഇപ്രകാരം സംഭവിക്കുന്നു എങ്കിലും അനുകൂലമായ ഫലമാണ് എന്ന് നിസ്സംശയം പറയാം. നാണയം ഇന്നേ ദിവസം അത് പണമാണ് എങ്കിലും മറ്റ് വിലപിടിപ്പുള്ള കാര്യങ്ങളാണ് എങ്കിലും, അതായത് നിങ്ങൾ വളരെയധികം ആഗ്രഹിച്ചതായ ഒരു കാര്യം ഇന്നേ ദിവസം നിങ്ങൾക്ക് ലഭിക്കുന്നു, അല്ലെങ്കിൽ കളഞ്ഞു പോയി എന്ന് വിചാരിക്കുന്നതായ കാര്യങ്ങൾ ഇന്നേ ദിവസം ലഭിക്കുന്നു, അല്ലെങ്കിൽ പണം അത് നാണയമോ നോട്ടോ ആണ് എങ്കിലും ഇന്നേ ദിവസം നിങ്ങൾക്ക് വഴിയിൽ നിന്നും ലഭിക്കുന്നു എങ്കിലും ശുഭകരമായ ഒരു ലക്ഷണം തന്നെയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ധനപരമായ നേട്ടങ്ങളോ ധനപരമായ ഉയർച്ചയ്ക്ക് സഹായകരമായ പ്രവൃത്തികളോ ചെയ്യുവാൻ സാധിക്കും എന്നും, നിങ്ങളുടെ ജീവിതത്തിൽ ധനപരമായ പ്രയാസങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ, അതായത് അത്തരം കാര്യങ്ങളെ തരണം ചെയ്യുവാൻ അനുകൂലമായ കാര്യങ്ങൾ വന്നു ചേരാൻ പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം. കടബാധ്യതകൾ ക്രമേണ പരിഹരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നു എന്നും അർത്ഥമാക്കുവാൻ സാധിക്കും. ബ്രാഹ്മമുഹൂർത്തത്തിൽ നിങ്ങൾ തനിയെ ഉണരുന്നു എങ്കിൽ അത് മഹാഭാഗ്യം തന്നെയാകുന്നു. ബ്രാഹ്മമുഹൂർത്തത്തിൽ ഉണരുന്നു എങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ ദേവിയുടെ അനുഗ്രഹം ഇരട്ടിച്ചിരിക്കുന്നു എന്നർത്ഥമാക്കാം. ദേവിയുടെ സാന്നിധ്യം നിങ്ങളിലുണ്ട്, അഥവാ നിങ്ങളുടെ ഭവനങ്ങളിൽ നിങ്ങൾക്കൊപ്പമുണ്ട് എന്ന് തന്നെ അർത്ഥമാക്കാം. അതിനാൽ പല അപകടങ്ങളിൽ നിന്നും രക്ഷ നേടുകയും കാര്യങ്ങൾ കൂടുതൽ ചിന്തിച്ച് പ്രവർത്തിക്കുവാനും തങ്ങൾക്ക് അനുകൂലമാക്കി തീർക്കുവാനും ഇവർക്ക് സാധിക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. സന്തോഷകരമായ വാർത്തകൾ, മനസ്സിന് കുളിർമ നൽകുന്നതായ വാർത്തകൾ ഇന്നേ ദിവസം കേൾക്കുവാൻ സാധിക്കുന്നു എങ്കിൽ അത് ഏറ്റവും ശുഭകരമാണ്. വളരെ കാലമായി പ്രതീക്ഷിക്കുന്ന വാർത്തകളാകാം, അല്ലെങ്കിൽ ആ വാർത്ത കേൾക്കുന്നത് മൂലം നിങ്ങൾക്ക് സന്തോഷം നൽകുന്നതായ കാര്യങ്ങളുമാകാം. ഇത്തരം കാര്യങ്ങൾ സംഭവിക്കുന്നത് ദേവിയുടെ അനുഗ്രഹത്താൽ നിങ്ങളുടെ ജീവിതത്തിൽ ദേവിയുടെ അനുഗ്രഹം വർദ്ധിച്ചിരിക്കുന്നു എന്ന വ്യക്തമായ സൂചനയാലാണ് എന്ന കാര്യവും പ്രത്യേകം ഓർക്കണം. മറ്റൊന്ന്, ഇന്നേ ദിവസം തിലകം നിങ്ങൾ അണിയുകയും ആ തിലകം ദീർഘനേരം മായാതെ നിൽക്കുന്നു എങ്കിൽ അത് ഏറ്റവും ശുഭകരമായ ഒരു ലക്ഷണമാണ്. ജീവിതത്തിൽ ദേവിയുടെ അനുഗ്രഹം നിങ്ങൾക്കൊപ്പമുണ്ട് എന്ന വ്യക്തമായ സൂചന ഇതിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കും. ഇന്നേ ദിവസം നിങ്ങൾ വിളക്ക് തെളിയിക്കുമ്പോൾ വിളക്ക് കൂടുതൽ സ്വർണ്ണപ്രഭയോടെ തെളിയുക, കൂടാതെ ദീർഘനേരം വിളക്ക് തെളിഞ്ഞു നിൽക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കുന്നു എങ്കിൽ അതും ശുഭകരമായ ലക്ഷണം തന്നെയാകുന്നു. നിങ്ങൾക്ക് ഇന്നേ ദിവസം കൂടുതൽ ഊർജ്ജസ്വലമായി പ്രവർത്തിക്കുവാൻ സാധിക്കുന്നു എങ്കിൽ അതും ദേവിയുടെ അനുഗ്രഹത്താൽ സംഭവിക്കുന്ന ഒരു കാര്യമായി തന്നെ പരാമർശിക്കാം. കൂടാതെ ഇന്നേ ദിവസം നിങ്ങൾ ചെയ്യുന്നതായ കാര്യങ്ങളിൽ വിജയ സാധ്യത വർദ്ധിക്കുന്നതുമാണ്. ഇതും നിങ്ങളുടെ ജീവിതത്തിൽ ദേവിയുടെ അനുഗ്രഹത്തെ സൂചിപ്പിക്കുന്നതാകുന്നു. ഈ ലക്ഷണങ്ങളിൽ ഏതെങ്കിലും ഒരു ലക്ഷണമെങ്കിലും കാണുകയാണ് എങ്കിൽ
അത് മഹാഭാഗ്യമാണ് എന്ന് തന്നെ പരാമർശിക്കാം.